ഹലോ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. 8 മണിക്കാണ് നമ്മുടെ ട്രെയിൻ ഉള്ളത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഊബർ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ട്രെയിൻ കയറുന്നത്. ജാലല്ലി എയർഫോഴ്സ് സ്റ്റേഷൻ്റെ മുന്നിലൂടെയാണ് കേട്ടോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇവിടുത്തെ റോഡുകളൊക്കെ കാണാൻ നല്ല ഭംഗിയും അതേപോലെ തന്നെ നല്ല നീറ്റും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ വഴിയിലൂടെ എപ്പോൾ പോകുമ്പോഴും എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല ആകാംക്ഷയാണ്. പക്ഷെ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എയർഫോഴ്സ് സ്റ്റേഷൻ്റെ മെയിൻ കവാടത്തിലെത്തിയിട്ടോ. അതിൻ്റെ മുന്നിലായിട്ട് എയർക്രാഫ്റ്റിൻ്റെ വലിയ മാതൃകയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലെത്തി. നല്ല ട്രാഫിക് ആയതുകൊണ്ട് തന്നെയാണ് 8 മണിക്കുള്ള ട്രെയിനിന് നേരത്തെ ഇറങ്ങിയത്. ഈ കാണുന്നതാണ് വാർഷിപ്പ് എക്യുപ്മെൻറ്റ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനമാണിത്. ഡിഫൻസ് എക്യുപ്മെൻസിൻ്റെ ക്വാളിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. എയർഫോഴ്സ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് വീടായതുകൊണ്ട് എയർക്രാഫ്റ്റ്സ് എല്ലാം നമ്മളെ തൊട്ടടുത്ത് കൂടെ പോകുന്നതായിട്ട് കാണാം കേട്ടോ. ഇപ്പം സമയം 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ വിചാരിച്ചത്ര ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബോർഡൊക്കെ കാണാനുണ്ട്. അങ്ങനെ ഏറെക്കുറെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിലെത്തിയിട്ട് ഓട്ടോ ചേട്ടന് പൈസയൊക്കെ കൊടുത്തു. ഇതുവരെ എത്താൻ 199 രൂപയാണ് കേട്ടോ ആയത്. ഈ കാണുന്നതാണ് യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയത് നമുക്ക് പോകേണ്ട ട്രെയിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് ഷോയൊക്കെ കാണിച്ചു. കാരണം 8 മണിക്കാണല്ലോ ട്രെയിൻ. ഞങ്ങൾ 6:45 തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ട്രെയിനിൻ്റെ ഉള്ളിൽ പോയിരുന്നു. എന്തായാലും 8 മണി വരെ സമയമുണ്ടല്ലോ വിചാരിച്ച് വാങ്ങിയ സാധനങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ബിങ്കോയും പൾപ്പി ഓറഞ്ചും പിന്നെ ഒരു കേക്കുമാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ. ട്രെയിൻ എടുക്കുന്നതിന് മുന്നേ വാങ്ങിയ ഫുഡൊക്കെ കഴിച്ച് തീർത്തു. പോകുന്നതാട്ടോ വന്ദേ ഭാരത് ട്രെയിന്. ഞാനിതുവരെ അതിനെ നേരിട്ട് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. രാത്രി കഴിക്കാനായിട്ട് ഭക്ഷണമൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് പോയിട്ട് 2 ഫ്രൈഡ് റൈസ് വാങ്ങിക്കൊണ്ടുവന്നു. അതാണ് ഇന്ന് രാത്രിയത്തെ ഭക്ഷണം ഞങ്ങളുടെ. എനിക്ക് ഇവിടുത്തെ മസാലയൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ എനിക്ക് അധികം ഇഷ്ടമൊന്നും ആയിട്ടില്ല. ഞാൻ കുറച്ച് കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കടന്നു. ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയത് മിഡിൽ ബർത്ത് ആയിരുന്നു. അങ്ങനെ രാവിലെയായി. ട്രെയിൻ ഒരു 10-15 മിനിറ്റ് ലേറ്റായിരുന്നു. പിന്നെ രാവിലെ ട്രെയിനിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. എഴുന്നേറ്റപ്പോൾ തൊട്ടേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ചായ കുടിക്കണം എന്നൊക്കെ തോന്നി. പക്ഷേ ട്രെയിനിലെ ചായ ആയതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ശ്രമം നിർത്തി. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ.